ക്രൂശിത രക്ഷക വിമോചന. യേശുവിനോട് ചേർന്ന് ഒരു ദൈവ പൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, യേശുവിനോട് ഐക്യപ്പെട്ട് ഒരു ദൈവ പൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അവളുടെ സഹനത്തിന് യേശു കാൽവരി കുരിശിൽ അർത്ഥം നൽകിയതുകൊണ്ട് അവളുടെ സഹനങ്ങൾ പോലും ആഘോഷമാക്കി മാറ്റാൻ തുടങ്ങും. എൻ്റെ സഹനങ്ങൾ ഞാൻ ആഘോഷമാക്കാൻ തുടങ്ങും. കാരണം എന്താ? എൻ്റെ സഹനങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ബലഹീനതകളിൽ എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, എൻ്റെ സഹനങ്ങളിൽ അധികമായ അളവിൽ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാരണം എന്താ? സഹനത്തിന് അർത്ഥം നൽകിയവരാണ് ഈശോ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് സഹനത്തിൽ അർത്ഥമുണ്ട്. ഒരു കാര്യം അർത്ഥമില്ലാതെ ചെയ്യുമുണ്ടല്ലോ, വല്ലാത്ത ഭാരമാണ്. പക്ഷെ ഒരു അർത്ഥത്തോടുകൂടി, ഒരു സ്നേഹത്തോടുകൂടി ഒരു വിഷയം ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഭാരമൊന്നുമില്ല. ഇത് സഹനത്തിന് അർത്ഥം കണ്ടെത്താതെ വരുമുണ്ടല്ലോ, ഈ സഹനമൊക്കെ നമുക്ക് ഭാരമായിട്ട് മാറും. അയ്യോ, അതെന്തിനാ ഞാൻ സഹിക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, ഞാൻ എന്തിനാ ഇത്രയും വേദനിക്കുന്നത്, ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഞാൻ എന്തിനാ ഇത്രയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സഹനങ്ങളിൽ പരാതി പറയുന്നതിന് കാരണം സഹനത്തിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടും സഹനത്തിന് അർത്ഥം നൽകിയവന്റെ കൂടെയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടോ, അവന്റെ കൂടെ നടക്കാൻ നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടോ ഭാരപ്പെടുന്നത് കൊണ്ടോ ആണ്. സ്നേഹത്തോടെ കർത്താവ് നൽകിയ ചുംബനത്തെ വിളിക്കുന്ന പേരാണ് സഹനം. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, കർത്താവ് നമ്മളെ ചുംബിക്കുമ്പോൾ കർത്താവിൻ്റെ ശിരസിൽ മുൾമുടിയുണ്ട് അല്ലേ? ആ മുൾമുടി കൊണ്ട് കർത്താവ് നമ്മളെ ഒന്ന് ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ ശിരസിൽ വെച്ചിരിക്കുന്ന മുള്ള് നമ്മുടെ മുഖത്ത് കൊള്ളും. സ്നേഹത്തോടെ അവൻ ചുംബിക്കുമ്പോൾ, അപ്പൊ സ്നേഹത്തോടെയുള്ള കർത്താവിൻ്റെ ചുംബനമാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെന്ന് തിരിച്ചറിയുന്നിടത്ത് സഹനത്തിന് അർത്ഥമുണ്ട്. അപ്പൊ സഹനം ആഘോഷിക്കാൻ തുടങ്ങും. കാരണം എന്താ? എൻ്റെ സഹനത്തിൻ്റെ വേളകളിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് സഹനമാഘോഷമാണ്. നമ്മുടെ പലർക്കും സഹനങ്ങളിൽ അർത്ഥം കണ്ടെത്താതെ വരുമ്പോഴാണ് വല്ലാത്ത ഭാരമായിട്ട് സഹനങ്ങളൊക്കെ മാറുന്നത്. വല്ലാത്ത ഭാരമായിട്ട് മാറും. പിന്നെ ആ സഹനം നമ്മൾ വല്ലാതെ പിടിച്ചുലയ്ക്കും, വല്ലാതെ തകർത്ത് കളയും, നമ്മുടെ വിശ്വാസം ക്ഷയിപ്പിക്കും, പ്രാർത്ഥനയില്ലാതാക്കും, ദൈവത്തിൽ നിന്ന് അകലാൻ കാരണമാകും, അവിശ്വാസത്തിലേക്ക് പോകും. സഹനങ്ങളിലൂടെ യഥാർത്ഥ ആത്മീയ അർത്ഥമറിയാതെ പോകുമ്പോൾ സഹനം എന്നും ഭാരമായി ജീവിതത്തിൽ അവശേഷിക്കും. കൂപ്പുകരങ്ങളോടെ ഈ അൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. നിന്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ പോലും അറിയുന്ന ഒരു ദൈവം ഈ അൽത്താരയിലുണ്ട്. എന്തിനു വേണ്ടിയാ നിന്റെ ഹൃദയം തുടിക്കുന്നതെന്ന് പോലും നിന്റെ കർത്താവിനറിയാം. നിനക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയവുമായി ഇയാൾ താരയിൽ നിന്റെ ദൈവമുണ്ട്. മോളെ, ഇന്നോളം നീ അനുഭവിച്ച സ്നേഹങ്ങള്, ഇന്നോളം നീ സ്വന്തമാക്കിയെന്ന് കരുതിയ സ്നേഹങ്ങളൊന്നും ഈ സ്നേഹത്തെക്കാളും വലുതായിരുന്നില്ല. ഇന്നോളം നിന്നെ കൈപിടിച്ചു എന്ന് നീ കരുതിയവരൊന്നും കർത്താവിൻ്റെ കരുതലോളം വന്നിട്ടില്ല, വരില്ല. നിന്നെ അതുപോലെ സ്നേഹിക്കുന്ന, നിന്നെ അതുപോലെ കരുതുന്ന കർത്താവ് ഈ അൽത്താരയിലുണ്ട്. കണ്ണു തുറന്ന് ജീവനുള്ള വിശ്വാസത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് കർത്താവിനെ കാണുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതില്ല. ഈ നിമിഷങ്ങളിൽ
ഹൃദയ മനസ്സൊക്കെ ഏതാനും നിമിഷം ഒന്ന് ശാന്തമാക്കാം. സങ്കീർത്തകൻ പറഞ്ഞു നോക്കിക്കേ, നീ കർത്താവിൽ ആനന്ദിക്ക്, അപ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. നമ്മളിങ്ങനെ കുറേ ആഗ്രഹങ്ങളും കുറേ നിയോഗങ്ങളും കുറേ പ്രാർത്ഥനാ വിഷയങ്ങളും ഇത് തന്നെ നിരന്തരം വചനത്തിൻ്റെ സമയത്തും ആരാധനയുടെ സമയത്തൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തമ്പുരാൻ പറയുന്നത് എന്നാണെന്നറിയാവോ? തമ്പുരാൻ പറയുന്നു, നീ എന്നിൽ ആനന്ദിക്കുക, നീ എന്നിൽ സന്തോഷിക്കുക. അതാ കർത്താവ് പറയുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടന്നു പോകുന്ന ആ പ്രയാസം, പ്രതിസന്ധി, അലട്ടുന്ന വിഷയം എന്തു ആകട്ടെ, അതിനേക്കാൾ ഉപരി നീ എന്നിൽ ഒരു ആനന്ദം കണ്ടെത്തുക. ലോകം തരുന്ന ഭാരത്തേക്കാൾ അപ്പുറം ഞാൻ തരുന്ന സമാധാനവും ആനന്ദവും ആയിരിക്കണം നിന്നെ ഭരിക്കേണ്ടതെന്നല്ലേ ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത്? ഉള്ളിലൊരു ആനന്ദം നിറയട്ടെ. നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അറിയുമ്പോൾ നിറയുന്നൊരു ആനന്ദമുണ്ടല്ലോ. നിനക്ക് വേണ്ടി, നിനക്ക് നിത്യത തരാൻ വേണ്ടി, നിനക്ക് സ്വർഗം തരാൻ വേണ്ടി സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വന്നിട്ട്, മക്കളെ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന സകല വേദനകളും അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ അനുഭവിച്ച ഈശോ ഇതാ നമ്മുടെ കൂടെയുണ്ടെന്നറിയുമ്പോൾ വലിയൊരു ആശ്വാസമല്ലേ, വലിയൊരു ആനന്ദത്തിൻ്റെ കാരണമല്ലേ? നമ്മുടെ വേദനകളൊക്കെ തമ്പുരാന്റെ സഹനത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ മക്കളെ നമുക്ക് ആനന്ദിക്കാൻ പറ്റും. നമ്മുടെ ചെറുതും വലുതുമായ നൊമ്പരങ്ങളൊക്കെ തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒരു ആനന്ദമായിട്ടത് മാറും. തമ്പുരാനിൽ നീ ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ സകല വേദനകളുടെ നടുവിലും ദൈവത്തെ ആരാധിക്കാനും ആനന്ദിക്കാനും നീ ആരംഭിക്കുമ്പോൾ, വചനം പറഞ്ഞില്ലേ, വാഗ്ദാനം ചെയ്തില്ലേ, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ നിന്ന് സാധിച്ചു തരും. ഇറ്റ്സ് എ പ്രോമിസ്. തമ്പുരാൻ അത് ഫുൾഫിൽ ചെയ്തോളും. പക്ഷെ നീ ചെയ്യേണ്ടത്, നീ കർത്താവിൽ ആനന്ദിക്കുക. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാ